നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാവിന്റെ ആത്മഹത്യ സങ്കടകരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സംഭവത്തിൽ BJPക്ക് വീഴ്ച പറ്റിയിട്ടില്ല. BJPയെ വിമർശിക്കുന്ന CPM നവീൻ ബാബുവിനെ മറക്കരുതെന്നും കരുണാകരനെ വഞ്ചിച്ചത് ആരാണെന്ന് ഓർക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവം. കോട്ടായിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കേരളശ്ശേരിയിൽ ഇലക്ഷൻ കൺവെൻഷനോടെ BJP സ്ഥാനാർത്ഥികൾ പ്രചരണ ചൂടിലേക്ക്. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാവിന്റെ ആത്മഹത്യ സങ്കടകരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സംഭവത്തിൽ BJPക്ക് വീഴ്ച പറ്റിയിട്ടില്ല. BJPയെ വിമർശിക്കുന്ന CPM നവീൻ ബാബുവിനെ മറക്കരുതെന്നും കരുണാകരനെ വഞ്ചിച്ചത് ആരാണെന്ന് എല്ലാവരും ഓർക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. ഇന്നലെ തന്നെ അതിന് ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനലിൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് ഠാക്കറെ ശിവസേനയിൽ എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ്, ഒരു ട്രാജഡിയാണ്. ഇതിപ്പോൾ കോൺഗ്രസ്സിൽ പറയുന്നവർ CPM പറയുന്നവർ നവീൻ ബാബുവിനെ മറക്കാൻ പാടില്ല. നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു ACP സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം. പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എന്താ പറയേണ്ടത്, ഒരു നാണക്കേടാണ്. ഇതൊരു ട്രാജഡിയാണ്. ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടീൻ്റെ ഞങ്ങളത് അന്വേഷിക്കും. ഞങ്ങളതിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വിടില്ല. പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളുടെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. മണ്ഡലം പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഒരു ട്രാജഡിയാണ്. സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്ന ഈ പാർട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഇത് ജനങ്ങൾക്ക് അറിയാം. നവീൻ ബാബുവിനെക്കുറിച്ച് ആരും മറന്നിട്ടില്ല. പിന്നെ കരുണാകരൻജീനെ ആരാണ് വഞ്ചിച്ചത്, ഏത് കോൺഗ്രസ് ലീഡർമാരാണ് ഇന്ന് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ഞങ്ങളെ പറയിപ്പിക്കരുത്. ഇതിനെല്ലാം ഈ രാഷ്ട്രീയം ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാനാണ് BJP മുമ്പോട്ട് പോകുന്നത്. വികസനം, അഴിമതിരഹിത ഭരണം, ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനെല്ലാം വെറുതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതൊരു ട്രാജഡിയാണ്, അത് ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഇതിനൊരു പൊളിറ്റിസൈസ് ചെയ്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യയിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് രാജീവ് ചന്ദ്രശേഖർ അഭ്യർത്ഥിച്ചു. അത് നാണക്കേടാണ്. നവീൻ ബാബുവിനെ മറക്കരുത്. BJPയെ വിമർശിക്കുന്ന CPM ഒരു കാരണവശാലും നവീൻ ബാബുവിനെ മറക്കരുത്. കരുണാകരനെ വഞ്ചിച്ചത് ആരാണ് എന്ന് എല്ലാവരും ഓർക്കണം. ആത്മഹത്യ ഒരു ദുരന്തമാണെന്ന് സമ്മതിക്കുന്നു. ശിവൻകുട്ടിയുടെയും ശബരിനാഥിൻ്റെയും രാഷ്ട്രീയമല്ല താൻ ഉപയോഗിക്കുന്നത്. ആത്മഹത്യ സംബന്ധിച്ചു വന്ന ആരോപണങ്ങൾ ജില്ലാ പ്രസിഡന്റ് പരിശോധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുരളീധരൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കോട്ടായി. തിരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ LDF പ്രചരണ രംഗം സജീവമാക്കി. കൺവെൻഷൻ PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാർക്ക് 5 ലക്ഷം ആളുകൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. 1 ലക്ഷത്തിൽ താഴെ കുടുംബ വരുമാനം ഏതാണ്ട് 5 ലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്കോളർഷിപ്പ് മാസാമാസം 1000 രൂപ കിട്ടാൻ വേണ്ടി പോകുന്നു. ഈ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അങ്കണവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ആയമാർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീ പ്രൈമറി ടീച്ചർമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ പാചക തൊഴിലാളികൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ,
CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S. അബ്ദുൾ റഹ്മാൻ, V. മോഹനൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കീഴത്തൂർ മുരുകൻ, K. കരുണാകരൻ, K. മോഹൻകുമാർ, ജില്ലാ പഞ്ചായത്ത് കോട്ടായി ഡിവിഷൻ സ്ഥാനാർത്ഥി R. ലത, ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടായി ഡിവിഷൻ സ്ഥാനാർത്ഥി MR. ജയരാജ്, കോട്ടായി പഞ്ചായത്ത് 1-ാം വാർഡ് സ്ഥാനാർത്ഥി CR. അനിത, പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി CR. കുഞ്ചു ചെയർമാൻ, KP. രവീന്ദ്രൻ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരിയിൽ BJP തദ്ദേശ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത് അധ്യക്ഷത വഹിച്ചു. രവി അടിയത്ത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നടത്തി. P. രാജീവ് മാസ്റ്റർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MP. ശ്രീകുമാരൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്ത് എന്നിവർ പ്രസംഗിച്ചു. നല്ല ഇടപെടലുകൾ കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരാണ്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഇന്ന് കേരളശ്ശേരി പഞ്ചായത്തിലെ ഒരു വ്യക്തിക്കും ഒരു ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരു വീട് പോലും ഇല്ല എന്നുള്ളതാണ് 2014 ശേഷമുള്ള ഈ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും കേന്ദ്ര സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വീട് എന്ന സ്വപ്നം, ആ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇവിടെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീടുകൾ കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. MP. സുരേഷ് ബാബു സ്വാഗതവും VC. ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 14 വാർഡുകളിൽ 13 വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർഡ് 1 A. സജീവ്, 2 വടശ്ശേരി KC പ്രീത, വാർഡ് 3 ദിവ്യ കേരളശ്ശേരി, 4 അമ്മിണി, വാർഡ് 5 രാജശ്രീ, വാർഡ് 7 MP. ശ്രീകുമാർ, 8 P. രാജീവ്, വാർഡ് 9 PV സജിത, വാർഡ് 10 MC. കൃഷ്ണകുമാർ, വാർഡ് 11 ശൈലജ, വാർഡ് 12 ദീപു, വാർഡ് 13 വന്ദന, വാർഡ് 14 K. രാമദാസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബ്ലോക്ക് പഞ്ചായത്ത് തടുക്കശ്ശേരി ഡിവിഷനിൽ P. നിഷയും കേരളശ്ശേരി ഡിവിഷനിൽ ചന്ദ്രികയും മത്സരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ ദ്വിദിന പഞ്ചവാദ്യ വജ്ര ജൂബിലി ആഘോഷത്തിന് സമാപനമായി. സമാപന സമ്മേളനം മദ്ദളരത്നം ചെർപ്പളശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻകാല പഞ്ചവാദ്യ കലാകാരന്മാരെ പൊന്നാടയും മൊമൻറ്റോയും നൽകി ആദരിച്ചു. ചോറ്റാനിക്കര വിജയന്മാരാർ മുഖ്യാതിഥിയായിരുന്നു. പറക്കാട് തങ്കപ്പൻ മാരാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സംഗീത നാടക അക്കാദമി അംഗം പുല്ലാർ സജു ചന്ദ്രൻ, കോട്ടക്കൽ രവി, പല്ലശന മുരളി, നെല്ലുവായ് ശശി, സേതുമാധവൻ, സുശീലൻ, കലാമണ്ഡലം ബിലഹരിയസ് മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് ഈ വജ്രജൂബിലിയുടെ വർത്തമാനങ്ങളൊന്നും സംസാരം മധ്യേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേരള സർക്കാർ കൊടുക്കുന്ന പല്ലാവൂർ പുരസ്കാരം പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കലാകേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്നൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തേണ്ടായി. ഏതായാലും അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ നടന്ന സംഗതി വജ്രജൂബിലി പുരസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തത് എൻ്റെ അച്ഛൻ്റെ ശിഷ്യനായിട്ടുള്ള കുനിശ്ശേരി അനിയന്മാരാർക്കാണ്. അതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. പിന്നെ പഞ്ചവാദ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് പരമേശ്വരന്മാരാർ തൊട്ട് ഇങ്ങടെ പരമേശ്വരൻ, ശ്രീധരൻ നമ്പീശൻ, കൂങ്ങാട് മധു, ഇന്ന് കരിയന്നൂർ നമ്പൂരി, ഇന്നുള്ളതിൽ പഞ്ചവാദ്യത്തിൻ്റെ താളങ്ങളെക്കുറിച്ചും അതിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്ത് പ്രചാരത്തിലെത്തിക്കാൻ പറ്റാവുന്ന വ്യക്തി. സംഘാടക സമിതി ചെയർമാൻ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി സ്വാഗതവും കൺവീനർ കലാമണ്ഡലം കുട്ടിനാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് 100-ൽ പരം പഞ്ചവാദ്യ കലാകാരന്മാർ അണിനിരന്ന അതിഗംഭീരമായ പഞ്ചവാദ്യം നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ഓർത്തെടുത്ത് ചില കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൃത്യമായി കാണാതെ പറയുന്ന ഒരു ബാലനുണ്ട് ഷൊർണൂർ നെടുങ്ങോട്ടൂരിൽ. പ്രധാനമായും 2024 മുതൽ 2028 കലണ്ടർ വർഷങ്ങളിലെ ഓരോ തീയതിയും അതേ ദിവസത്തെ ആഴ്ചയുടെ പേരും വിശേഷങ്ങളും കാണാതെ പറയുകയാണ് 11 വയസ്സുകാരനായ KS ഇഷാൻ എന്ന ഈ അദ്ഭുത ബാലൻ. ഇഷാന്റെ ഈ പ്രത്യേക കഴിവിനെ പലരും പ്രശംസിക്കുന്നുമുണ്ട്. ഷൊർണൂർ നെടുങ്ങോട്ടൂർ കാക്കനാട്ട് വീട്ടിലെ സുജീന്ദ്രൻ അനഘ ദമ്പതികളുടെ മകനാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന KS ഇഷാൻ എന്ന ഈ അത്ഭുത ബാലൻ. അത്യപൂർവമായ ഒരു പ്രത്യേക കഴിവാണ് ഈ ബാലൻ്റേത്. 11 വയസ്സ് തികയുന്നേയുള്ളൂ. ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു ഒന്നൊന്നര സംഭവമാണ് KS ഇഷാൻ. ഇനി ഈ കൊച്ചു ബാലൻ്റെ പ്രത്യേക കഴിവിനെ കുറിച്ച് ഒന്ന് വിശദമായി അറിഞ്ഞു നോക്കാം. 2024 ഏതാ ഡേ? അതാണ് വെനസ്ഡേ. ഓക്കെ. ഏപ്രിൽ 2024 27 ഏതാ ഡേ? ഏപ്രിൽ സാറ്റർഡേ. വെരി ഗുഡ്. ജൂൺ 2024 12 ഏതാ ഡേ? 12 ആണ്, അത് വെനസ്ഡേ. ഓക്കെ. ഒക്ടോബർ 2024 20 ഏതാ ഡേ? 2020 അത് സൺഡേ. ഓക്കെ. ഇനി ഫെബ്രുവരി 2025 27 ഫെബ്രുവരി 25 27 27 അതെനിക്കറിയാം. 27 അത് തേഴ്സ്ഡേ. ഓക്കെ. ഏപ്രിൽ 3 ഏതാ ഡേ 2025? ഏപ്രിൽ 3 ഡേ. ഏപ്രിൽ 3 2025 അത് എനിക്കറിയാം. തേഴ്സ്ഡേ. അന്നായിരുന്നു ഹൈലൈറ്റ് മോളിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഓഗസ്റ്റ് 20 2025 20 2025 ഏതാ ഡേ? അത് വെനസ്ഡേ. ഓക്കെ. നെക്സ്റ്റ് ഡിസംബർ 4 2025 ഏതാ ഡേ? ഡിസംബർ 4 അത് തേഴ്സ്ഡേ. എന്നാണ് അമ്മ ഹാപ്പി ബർത്ത്ഡേ. ഇനി ഇതുപോലെ ഓർത്തെടുത്ത് ചില കാര്യങ്ങൾ കൃത്യമായി കാണാതെ പറയുക എന്നതാണ് ഈ ബാലൻ്റെ കഴിവും പ്രത്യേകതയും. പ്രധാനമായും കലണ്ടറിലെ കാര്യങ്ങൾ ഓർത്തെടുത്താണ് പറയുക. 2024 മുതൽ 28 വരെ കലണ്ടർ വർഷത്തെ കാലയളവിലെ ഓരോ ദിവസവും ആ ദിവസത്തെ ആഴ്ചയുടെ പേര് ഏതെന്നും ഏതൊക്കെ വിശേഷ ദിവസങ്ങൾ ഉണ്ടെന്നുമാണ് ഇഷാൻ കാണാതെ പറയുന്നത്. ചോദിച്ചതിനെല്ലാം ഇഷാൻ ഞൊടിയുടെ ഉത്തരം പറയും. മാർച്ച് 2028 1 മാർച്ച് 2028 1 മാർച്ച് 2028 1 വെനസ്ഡേ. ഓക്കെ. ജൂലൈ 2028 8 ജൂലൈ 2028 8 ജൂലൈ 2028 8 സാറ്റർഡേ. വെരി ഗുഡ് ഇഷാൻ. നെക്സ്റ്റ് സെപ്റ്റംബർ 2028 24 സെപ്റ്റംബർ 2028 24 അത് സൺഡേ. വെരി ഗുഡ് ഇഷാൻ. നെക്സ്റ്റ് നവംബർ 2028 3 നവംബർ 2028 3 നവംബർ 2028 3 നവംബർ 3 അത് 2028 3 ഒരു വർഷം മുമ്പേ ഇഷാൻ വീട്ടിലെ കലണ്ടർ നോക്കി മനസ്സിലാക്കുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോഴാണ് മകൻ്റെ കഴിവിനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓർത്തെടുത്ത് പറയുക മാത്രമല്ല ഓരോ വർഷവും വീട്ടിലെ കലണ്ടർ മാറ്റുന്നതും ഇഷാൻ തന്നെയാണ്. എനിക്ക് കാലണ്ടർ പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞത് എപ്പോൾ തുടങ്ങി? ഇങ്ങനെ എത്ര വർഷമായിട്ട്? ഞാൻ ഒരു ജൂലൈ 27-ാം തീയതി തൊട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ ജൂലൈ 30 എല്ലാവരും സ്കൂളിൽ ചോദിച്ചു. പിന്നെ അതിനെ കറക്റ്റായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഒരു ഏത് ഇയർ വരെ കലണ്ടറിൽ പറയാൻ പറ്റും? ഒരു 2022 വരെ പറഞ്ഞു, 2029 വരെ പറഞ്ഞു. ഒറ്റ തവണ ദൂരെ ട്രെയിൻ യാത്ര പോയാൽ പോലും അതിനിടയിലെ സ്ഥലങ്ങളുടെ പേരുകൾ ഒക്കെ മനസ്സിലാക്കി
പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഇഷാൻ ഓർത്തെടുത്തു പറയും. കൂടാതെ വാഹനങ്ങളുടെ നമ്പർ പോലും കൃത്യമായി മനസ്സിലാക്കി പിന്നീട് എപ്പോൾ ചോദിച്ചാലും നമ്പറുകൾ കാണാതെ പറയാനും കഴിവുണ്ട്. എന്തുതന്നെയായാലും ഏറെ ആശ്ചര്യവും അത്ഭുതവും തോന്നും കല്ലിപ്പാടം കാർമൽ സ്കൂളിൽ പഠിക്കുന്ന ഇഷാന്റെ കഴിവിനെ ഓർത്ത്. ആദ്യം രക്ഷിതാക്കൾക്ക് ആശ്ചര്യം തോന്നിപ്പോയെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നവർക്ക് എല്ലാം ഈ അത്ഭുത ബാലന്റെ ഓർമ്മശക്തിയെയും കഴിവിനെക്കുറിച്ചും ആശ്ചര്യം തോന്നിപ്പോകും. പഠിക്കാനും ഇഷാൻ ഏറെ മിടുക്കനാണ്. ഇഷാന്റെ കഴിവിനെക്കുറിച്ച് വിദ്യാലയത്തിലുള്ളവർ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞു. ഏറെ അഭിനന്ദനവും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി പ്രണയ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ലഹരിക്കെതിരെ എങ്ങനെ ഒരു കുട്ടിക്ക് പ്രതികരിക്കാം എന്നതാണ് പ്രമേയം. തൃശൂർ സിറ്റി പോലീസിന്റെ സാമൂഹിക മാധ്യമങ്ങൾ വഴി റിലീസ് ചെയ്ത ചിത്രം വൈറൽ ആയിരിക്കുകയാണ്. ലോക വിദ്യാർത്ഥി ദിനത്തിലിറങ്ങിയ സർപ്രൈസ് എന്ന് പേരിട്ടിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി പ്രണയ എന്ന കൊച്ചുമിടുക്കിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. എനിക്ക് സുധീഷ് ചേട്ടൻ ഷോർട്ട് ഫിലിമിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്ക് നല്ലൊരു ടീമാണ് തോന്നി. അപ്പോൾ ഞാനതിൽ അഭിനയിച്ചു. പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല ഒരു മെസ്സേജിൻ്റെ ഒരു ഇതാണ്. ലഹരിക്കെതിരെ പോരാടാനുള്ള വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് ചിത്രം വിളിച്ചോതുന്നത്. സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലാസ്സിൽ പറഞ്ഞു കേട്ട് കുറിച്ചു വെച്ച യോദ്ധാവ് നമ്പർ ഉപയോഗിച്ച് ലഹരി വിൽപ്പനക്കാരെ വലയിലാക്കുന്നതാണ് പ്രമേയം. നിങ്ങളുടെ ചുറ്റിലും ഇവരിത് വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ വെച്ചാവും, ചിലപ്പോൾ തിരക്കേറിയ ഇടങ്ങളിലാവും. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ലഹരിയുടെ പിടിയിൽപ്പെട്ട് നാട്ടിലും വീട്ടിലും ഭീതി വിതയ്ക്കുന്ന സംഘങ്ങൾക്കെതിരെ വലിയ ചെറുനിൽപ്പ് നടക്കുന്നതിനിടയിലാണ് ലഹരി കടിമയായ സ്വന്തം മകനെ അമ്മയ്ക്ക് പോലീസിൽ ഏൽപ്പിക്കേണ്ടി വന്നത്. തൻ്റെ മകൻ സിനിമകളിലെ അക്രമങ്ങളും. നിങ്ങളൊക്കെ എന്താ അമ്മയെ പ്രതികരിക്കാത്തത്? എന്ത് പ്രതികരിക്കാത്തത്? നമുക്ക് ചുറ്റും ഓരോ കാഴ്ചകളൊക്കെ കാണുന്നത്, ലഹരി വസ്തുക്കളുടെ കച്ചവടം നടക്കണത്, പറഞ്ഞു കൊടുക്കാൻ രഹസ്യ നമ്പറൊക്കെ ഉണ്ട്. പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ റെഡിയായി, മോള് പോവാൻ നോക്ക്. മുതിർന്നവർ പറയാൻ മടിക്കുന്ന കാര്യം ഒരു കുട്ടിയിലൂടെ പ്രാവർത്തികമാക്കുന്നതാണ് കഥാതന്തു. തൃശൂർ അവനിശ്ശേരി സ്വദേശി സുധീഷ് ശിവശങ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നിരവധി സ്കൂളുകളിലും പൊതുവേദികളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് നിതിൻ മോഹനനാണ്. എഡിറ്റിംഗ് ധനീഷ് ഹരിദാസും സംഗീതം എം വിനയനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വികസന നേട്ടങ്ങളും കോട്ടങ്ങളുമായി ചേലക്കര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തദ്ദേശം 2025 സംവാദ സദസ്സ് ശ്രദ്ധേയമായി. തദ്ദേശ സംവാദം സംഘടിപ്പിച്ചത് 5 പഞ്ചായത്തുകളെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തിയായിരുന്നു. LDF, UDF, NDA പ്രതിനിധികളായിരുന്നു സംവാദ സദസ്സിൽ പങ്കെടുത്തത്. തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദ സദസ്സ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, കൺവീനർ സ്റ്റാൻലി കെ സാമുവൽ, ട്രഷറർ MR സജി, രക്ഷാധികാരികളായ M മജീദ്, മണി ചെറുതുരുത്തി, TB മൊയ്തീൻകുട്ടി, PROമാരായ PV സമീർ, വിബിക്സ് കുര്യാക്കോസ്, പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ മനോജ് തൈക്കാട്ട്, MA വിഷ്ണു, PM റഷീദ്, സജി കിള്ളിമംഗലം, MI സാബിർ, പ്രമോദ്, മനോജ്, P പ്രവീൺ, M അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന മുന്നണികളായ LDFിലെ KM അഷ്റഫ്, UDFിലെ PM അനീഷ്, NDAയിലെ ശശി വെന്നൂർ എന്നീ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സംവാദം സംഘടിപ്പിച്ചത്. സംവാദ സദസ്സിന് P പ്രദീപ് മോഡറേറ്ററായി. തുടർന്ന് പ്രതിനിധികൾക്ക് പ്രസ് ക്ലബിന്റെ സ്നേഹാദരവും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. 101 അംഗ സ്വാഗത സംഘം കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. യോഗം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആ രാജ്യങ്ങളിൽ കാണുന്ന വികസന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വികസന സാധ്യതകൾ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്ന ചിന്തയിലാണ് പുതിയ കേരളം ഇന്ന് രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള സാമൂഹ്യ അവസ്ഥ പരിശോധിച്ച് പുതിയ
സാധ്യതകളെ കണ്ടെത്തി പോയാൽ മാത്രമാണ് കേരളീയ സമൂഹം ഇനി കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളുടെ ഘട്ടങ്ങൾ മാറി. നമുക്ക് കുറെ കൂടി വിദേശ രാജ്യങ്ങളിലെ കുറേയേറെ കാര്യങ്ങൾ എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന പരിശോധന, ആത്മപരിശോധന ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഭൂപ്രകൃതി കൊണ്ട് രമണീയമായിട്ടുള്ള കേരളം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടൂറിസം സാധ്യതയോടെ ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ് കേരളം. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് കേരളത്തിൽ. പ്രകൃതി രമണീയമായതാണ് കേരളം എന്ന് കാണാൻ സാധിക്കും. സംസ്കാരം വ്യത്യസ്തമാണ്, വിദ്യാഭ്യാസം അതെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ള നമ്മുടെ സംസ്ഥാനം. ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ വിശദീകരണം നടത്തി. ടി കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പി ഗംഗാധരൻ, എ ബാലകൃഷ്ണൻ, സി എൻ ഭവദാസനുണ്ണി, ഇ എസ് കൃഷ്ണൻ, ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരിയിലാണ് ബ്ലോക്ക് സമ്മേളനം നടക്കാനിരിക്കുന്നത്. മുഖ്യ രക്ഷാധികാരികളായി വി കെ ശ്രീകണ്ഠൻ എം പി, പി മമ്മിക്കുട്ടി MLA എന്നിവർ ചെയർമാനായും എം കെ ജയപ്രകാശ് വൈസ് ചെയർമാനുമായി 101 സ്വാഗത സംഘ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാവിന്റെ ആത്മഹത്യ സങ്കടകരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സംഭവത്തിൽ BJPക്ക് വീഴ്ച പറ്റിയിട്ടില്ല. BJPയെ വിമർശിക്കുന്ന CPM നവീൻ ബാബുവിനെ മറക്കരുതെന്നും കരുണാകരനെ വഞ്ചിച്ചത് ആരാണെന്ന് ഓർക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവം. കോട്ടായിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കേരളശ്ശേരിയിൽ ഇലക്ഷൻ കൺവെൻഷനോടെ BJP സ്ഥാനാർത്ഥികൾ പ്രചരണ ചൂടിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.